പാകിസ്ഥാനിൽ വമ്പൻ നീക്കം നടന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആ തീരുമാനവുമായി അക്കൂട്ടർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണ്. ഇനി പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഭാവി എന്താണ്? അവിടെ ആഭ്യന്തരമായി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്? അതെങ്ങനെ പാകിസ്ഥാൻ സർക്കാർ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയാൻ പോകുന്നത്. അതായത് ബലൂച്ച് മേഖലയുടെ 85% പ്രദേശങ്ങളിലും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന അവകാശവാദവുമായി പുതിയ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ആളുകൾ വലിയ രീതിയിലുള്ള പോരാട്ടം ഇവർ ഏറെ നാളായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവർ സ്വയമേ ഒരു പുതിയ രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനാണ് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ പുതിയ ഭരണ സംവിധാനം രൂപീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഈ അവകാശവാദ പ്രകാരം പുതിയ ഭരണകൂടം ബലൂചിസ്ഥാന്റെ ഏകദേശം 85% പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായും സ്വന്തം ദേശീയ പതാക, ദേശീയ ഗാനം, കറൻസി, ഭരണ സംവിധാനം എന്നിവ നിലവിൽ വന്നതായും അതിൽ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണമോ പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണമോ ലഭ്യമായിട്ടില്ല. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂജിലും തെക്ക് പാക് അധീന കശ്മീരിലും ഒരേ സമയം വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ഇതിനിടെയാണ് ബലൂജ് വിഘടനവാദികൾ ഇപ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടനവാദ പ്രസ്ഥാനങ്ങളും സായുധ സംഘർഷങ്ങളും തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലായി പാകിസ്ഥാൻ സുരക്ഷാ സേനയും ബലൂച്ച് വിഘടനവാദി സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ശക്തമായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും സായുധ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന അവകാശവാദം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശക്തമായി പ്രചരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം നിലവിൽ പ്രചരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപനവും 85% പ്രദേശം നിയന്ത്രണത്തിലാണ് എന്ന അവകാശവാദവും സ്വതന്ത്ര അന്താരാഷ്ട്ര മാധ്യമങ്ങളോ ഔദ്യോഗിക ഏജൻസികളോ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു. പാകിസ്ഥാൻ വീണ്ടും പിളർന്നോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്.